പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല സാവകാശങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഉപദേശ സംഹിതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ആ അധ്യായങ്ങൾ നമ്മൾ ചില നാളുകളായി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായി എന്നെ വിളിക്കുകയും ചെയ്യാവുന്നതാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുക. യൂട്യൂബിൽ കൂടിയും വാട്സാപ്പിൽ കൂടിയും അതേപോലെ ഫേസ്ബുക്കിൽ കൂടിയൊക്കെ ഈ മെസ്സേജ് ലഭ്യമാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചിന്തിക്കുന്നത് 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വേദഭാഗമാണ്. അതായത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാളിത്യം അത് ഓരോ ദൈവമൈതലും മനസ്സിലാക്കി വേണം നിൽക്കാൻ. കാരണം പിശാച് ഏത് ഇനത്തിലാണ് പോരാടുന്നത് എന്ന് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് പെട്ടെന്നൊന്നും എല്ലാവർക്കും അറിയാൻ കഴിയത്തില്ല. പൈശാചിക മണ്ഡലങ്ങളുണ്ട്, ആത്മമണ്ഡലങ്ങളുമുണ്ട്. ഈ പൈശാചിക മണ്ഡലങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് പൈശാച് ആത്മീകരോട് പോരാടുമ്പോൾ ആത്മീകർക്ക് പൈശാചിക മണ്ഡലത്തെ പോരാട്ട ശക്തികളുടെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ആത്മാവിൽ അതിനോട് പോരാടി നിൽക്കുവാൻ കഴിയും. ഇത് പലരുടെയും ഒരു പരാജയം എന്ന് പറയുന്നത് പൈശാചിക മണ്ഡലം ആരും മനസ്സിലാക്കാതെയും ആത്മമണ്ഡലം തുറക്കാതെയും ഇരിക്കുമ്പോൾ പലരും പൈശാചിക കെണിയിൽ അകപ്പെട്ടു പോകുകയാണ്. ആ പൈശാചിക കെണിയിൽ അകപ്പെട്ടു പോകുന്നവരെ ആത്മമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് ആത്മനിലയിൽ ജീവിക്കുവാനുള്ള പ്രാപ്തിയാണ് ഞാൻ ഈ മെസ്സേജിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈമാറുന്നത്. അത് വളരെ ഗൗരവത്തോടെ നിങ്ങൾ അറിയണം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകം അതിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ലോകം ഒരുങ്ങുന്നു. ഏറ്റവും മ്ലേച്ഛതയിലേക്ക് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ബ്രെയിൻ മനുഷ്യനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ സോഷ്യൽ മീഡിയകൾ മനുഷ്യൻ്റെ ബ്രെയിൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനവും മറ്റ് ഇലക്ട്രോണിക് ചിപ്പുകൾ, അതായത് മറ്റ് തലങ്ങളിൽ ഈ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. വാക്സിനേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി അനുഭവങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് ദർശിപ്പാൻ കഴിയും. അതുകൊണ്ട് യഥാർത്ഥമായ ദൈവജനം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിപ്പാർത്തുകൊണ്ട് നിലനിൽക്കേണ്ട ആവശ്യകതയാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കൂടി നമുക്കറിയാൻ കഴിയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാളിത്യം എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ ശരീരം വിളക്കാണ്. നിങ്ങളുടെ ശരീരത്തിലെ വിളക്ക് കണ്ണാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വിളക്ക് ഹൃദയമാണ് എന്ന് നമ്മൾ ഇന്നലെ ശ്രദ്ധിപ്പാനിടയായി മാറി. മുള്ളിൻ്റെ ഇടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ ഒരു ദൈവ പൈതലിനെ ഞെരുക്കുന്ന പൈശാചിക മേഖലകളുണ്ട്. ജീവിതത്തിൻ്റെ ആശങ്കകളും ധനവും സുഖഭോഗങ്ങളുമാണ് അവനെ ആത്മീയ മണ്ഡലത്തെ തുറക്കാതെ വണ്ണം അവനെ ഞെരുക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ലാളിത്യ ജീവിതമുള്ളവരായി മാറണമെന്ന് പറയുന്നത്. യേശുവിൻ്റെ വിളിയും വാഗ്ദാനവും അനുസരിച്ച് അവനെ പരിപൂർണമായി പിൻചെല്ലുന്നതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് ഏകാഗ്രതമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന ദൃഷ്ടിയും ഹൃദയവുമായി തുലനം ചെയ്ത് ദൈവഭാഗത്തേക്ക് നിൽക്കാനാണ് ദൈവം ഇതിൽ നിന്നും ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ശിഷ്യന് ഒരേ സമയം ലോകത്തിലുള്ള വസ്തുതകളെ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിപ്പാനും ഒരു കാരണവശാലും കഴിയത്തില്ല. ലോകത്തിൽ ശിഷ്യൻ ജീവിക്കുമ്പോൾ ആത്മമണ്ഡലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരുവന് ലോകത്തിൻ്റെതായ മേഖലകളെ വെറുത്ത് ആത്മമണ്ഡലങ്ങളിൽ വെളിപ്പെടുന്ന ദൈവിക സ്വഭാവങ്ങളെ സ്നേഹിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാരുടെ കൂടെ തിന്നും കഴിച്ചും ഉണ്ടും ശുശ്രൂഷിച്ചും പ്രാർത്ഥിച്ചും അവരോടൊപ്പം പട്ടിണി സഹിച്ചും ഒക്കെയാണ് യേശു കർത്താവ് മുന്നോട്ട് കടന്നുപോയത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള സുഖലോലഭതയും യേശുവിനെ അലട്ടിയില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ദർശിപ്പാൻ കഴിയും. അങ്ങനെ ജീവിതത്തിൻ്റെ നല്ല വസ്തുതകളെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് ജീവിത സന്ധാനത്തിന് ആവശ്യമായ വസ്തുക്കളെ ശിഷ്യന്മാർക്ക് പരിപൂർണമായി
നന്ദിപൂർവമായും ഒക്കെ അനുഭവിക്കുവാൻ ദൈവം അവിടുന്ന് സംരക്ഷിച്ച് സൂക്ഷിക്കുന്നു, കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തതയോടെ യേശുവിൻ്റെ ആ ജീവിത ശൈലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ വ്യക്തമായി ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, ഭൗതിക വസ്തുക്കൾ നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ അത് കൂട്ടിവെക്കുവാനല്ല. അത് മരുഭൂമിയിൽ ഓരോ ദിവസവും ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തതുപോലെ ദൈവം നമുക്കും അതിൻ്റെതായ നിലയിൽ നമുക്ക് ഉപജീവനത്തിന് വേണ്ടുന്ന, സന്താനത്തിന് വേണ്ടുന്ന, നമ്മുടെ തലമുറകൾക്ക് വേണ്ടുന്ന ഏത് കാര്യങ്ങൾക്കും നടത്തിത്തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യെസ്, നിങ്ങൾ വിശ്വസിക്കുക. സ്തോത്രം ചെയ്യുന്നു. മരുഭൂമിയിൽ ഓരോ ദിവസവും ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തുന്ന പോലെ നമ്മുടെ ഭക്ഷണപാനീയങ്ങളെ പറ്റി ആകുലപ്പെടേണ്ട ഒരാവശ്യവും അവർക്ക് ഉണ്ടാകില്ല എന്നിവിടെ കാണാൻ കഴിയുന്നു. പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നാളെ ഞാൻ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ചെയ്യും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എന്തെല്ലാം സ്വരുക്കൂട്ടി വയ്ക്കും എന്ന് ചിന്തിക്കേണ്ട ആവശ്യകത ഇല്ല. കുഞ്ഞുങ്ങളെ, നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് 2 ചാള് വയറ് തന്നൊരു ദൈവമുണ്ട്, നിങ്ങൾക്ക് കണ്ണ് തന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു തലച്ചോറുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ട്, ദൈവത്തിൽ നിന്ന് അകപ്പെട്ട് എങ്ങനെ ഉപജീവിക്കുമെന്നും അതിൻ്റെ കെണിയായി വന്ന് മനുഷ്യനെ തകർത്ത് കളയുന്ന പൈശാചിക മേഖലകളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ. ചില ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അത് ആത്മമണ്ഡലങ്ങളിൽ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.